2021 ദേവികുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് എ രാജയെ തോൽപ്പിക്കാൻ അന്നത്തെ MLA ആയിരുന്ന S രാജേന്ദ്രൻ രഹസ്യമായി ശ്രമിച്ചുവെന്ന പരാതി പാർട്ടിക്കുള്ളിൽ ഉയർന്നതോടെയായിരുന്നു S രാജേന്ദ്രൻ CPM-മായി കലഹിച്ചു തുടങ്ങിയത്. കലഹം നീണ്ടതോടെ രാജേന്ദ്രൻ CPM വിടുമെന്ന അഭ്യൂഹം ഉയർന്നു. M മണി അടക്കമുള്ള മുതിർന്ന CPM നേതാക്കളുമായി പലതവണ S രാജേന്ദ്രൻ വാക്പോരിൽ ഏർപ്പെട്ടു. ഒടുവിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ശരിവെച്ച് S രാജേന്ദ്രൻ BJPയുടെ ഭാഗമായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ദേവികുളം മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയുമായി. S രാജേന്ദ്രന്റെ രംഗപ്രവേശം NDAയ്ക്കും BJPയ്ക്കും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തതായാണ് വിലയിരുത്തൽ. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് NDA ദേവികുളം മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്തി. 2021 4713 വോട്ടായിരുന്നു NDA നേടിയതെങ്കിൽ ഇത്തവണയത് 15032 വോട്ടുകളായി ഉയർന്നു. NDAയുടെ പാർട്ടി വോട്ടിനൊപ്പം S രാജേന്ദ്രനിലൂടെ സമാഹരിച്ച വോട്ടുകൂടി നില മെച്ചപ്പെടുത്തുന്നതിൽ സഹായകരമായെന്നാണ് വിലയിരുത്തൽ. ജില്ലാ പഞ്ചായത്ത് അംഗവും 3 തവണ MLAയുമായി തോട്ടം മേഖലയിൽ രാജേന്ദ്രൻ നടത്തിയ പ്രവർത്തനമാണ് വോട്ടു നേട്ടത്തിന് പിന്നിൽ. മൂന്നാർ മേഖലയിൽ LDFന് ലഭിച്ചിരുന്ന വൻ ലീഡ് കുറഞ്ഞത് UDFന്റെ വിജയത്തിന് കാരണമായി. ഇടമലക്കുടി, വട്ടവട, മൂന്നാർ, ദേവികുളം മേഖലകളിൽ LDF പ്രതീക്ഷിച്ച ലീഡ് പകുതിയാക്കി കുറയ്ക്കാൻ S രാജേന്ദ്രന് കഴിഞ്ഞുവെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. വിജയിക്കുക എന്നതിലുപരി LDFനെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു S രാജേന്ദ്രന്റെ ലക്ഷ്യം. 2021 LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ രാജേന്ദ്രൻ രഹസ്യമായി പ്രവർത്തിച്ചുവെന്നതായിരുന്നു ആരോപണമെങ്കിൽ ഇത്തവണ LDFനെ പരാജയപ്പെടുത്താൻ പരസ്യമായി S രാജേന്ദ്രൻ ഗോദയിലിറങ്ങിയ തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. കേരള 1 മലയാളം, ഇടുക്കി.